പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും നടത്തിയ പ്രസ്താവനകളുടെ പിന്നിലെ മനോഭാവത്തിനെതിരെ കർശന വിമർശനവുമായി രംഗത്തെത്തി. രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ്. ഒന്ന് ജോർജ് കുര്യൻ, കേരളം പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്തിന് കിട്ടുന്നത്? നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയറല്ലേ നമ്മൾ ചോദിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അതിന്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇവരുടെയൊക്കെ ധാരണ ഇവര് ഓരോ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഔദാര്യമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതുപോലെ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ ട്രൈബൽ അഫയേഴ്സിന്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന അവരുടെ കേന്ദ്രത്തിന്റെ ആറ്റിറ്റ്യൂഡും BJPയുടെ ഒരു സമീപനവുമാണ്. കേരളത്തോട് പുച്ഛമാണ് അവർക്ക്, അതാണ് കാണിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ വേണം ആദിവാസി വകുപ്പ് മന്ത്രിയാകാൻ എന്ന പ്രസ്താവന കാലഹരണപ്പെട്ട ചിന്തയാണെന്നും ഏത് കാലത്തിലാണ് ഈ നേതാക്കൾ ജീവിക്കുന്നതെന്നുമുള്ള ചോദ്യം ഉന്നയിച്ചാണ് സതീശന്റെ പ്രതികരണം. ഇത് കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും കേരളത്തോടുള്ള സമീപനമാണ് പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസമുണ്ടാകും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. കേരളത്തെ പിന്നാക്ക സംസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ സഹായം അനുവദിക്കാമെന്ന ജോർജ് കുര്യന്റെ പ്രസ്താവനയും സതീശൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെന്റ് അല്ലല്ലോ. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതം ഭിക്ഷയല്ല, ഭരണഘടനാപരമായ അവകാശമാണെന്ന് ഓർക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനകൾ അവരൊപ്പം കേരളത്തെ കുറിച്ചുള്ള അവരുടെ നിലപാടുകളും വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. Ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.